ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപർണാസ് ടെയിൽസ്. ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ഓർത്തു. കാരണം ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അമ്മയും പപ്പായും പണിക്ക് പോയി, ചേച്ചി അനിയത്തിയും ക്ലാസ്സിന് പോയെ. ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണേ. അപ്പം എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വരെയുള്ള സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയായിരിക്കും എനിക്ക് കുറേ പെറ്റ്സ് ഉണ്ട്. എനിക്ക് 4 പൂച്ചകളും ഒരു ഡോഗും ആണുള്ളത്. അതിൽ 2 ക്യാറ്റ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇനിയും കുറേ കുഞ്ഞുങ്ങൾ വരും. അപ്പം അതിൽ ഒരാളുടെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഇതിൽ കുഞ്ഞാണ് ഇവൻ. ഇതിൻ്റെ പേര് പൂസിയെ. ഇപ്പം ഭയങ്കര ക്യൂട്ട്നെസ് കാണിക്കും. ഇവൻ മാത്രമേ വീട്ടിൽ ബോയ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഗേളാണേ. ഹായ് പറ. റോക്കി. ഹായ് പറ റോക്കി. ഇവള് സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഇവള് എൻ്റെ പേരൊക്കെ പറയും. ഞാൻ വേണമെങ്കിൽ അത് എൻ്റെ കൂടെ ആഡ് ചെയ്യാവേ. അവൾ എൻ്റെ പേര്, ഞാൻ ഫുഡൊക്കെ എന്തെങ്കിലും കാണിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ അപർണ എന്ന് പറയും. അപ്പം ഞാൻ അതെൻ്റെ ഇവരുടെ ഒരു അക്കൗണ്ട് ഉണ്ട് കേട്ടോ, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടെല്ലാം. ഞാൻ വേണമെങ്കിൽ അതും കൂടി ഇവിടെ കൊടുക്കാം. എല്ലാവരും ചെക്ക് ചെയ്യേ. അപർണ എന്ന് പറഞ്ഞാൽ തുറക്കാം. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു ക്ലൈമറ്റ്. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ക്ലൈമറ്റ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മഴയായിട്ടിരിക്കുമ്പോൾ ഇഷ്ടമല്ല കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, പാത്രം കഴുകുന്നത്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുണി വിരിച്ചിടണം. പിന്നെ ഞാൻ രാവിലെ മുടി പോലും കെട്ടിയിട്ടില്ല. അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വന്ന് തുണിയൊക്കെ വിരിച്ചിടാം. കുറച്ച് വെയിലുണ്ടല്ലോ, അപ്പം കുറേ തുണി ഉണങ്ങാതെ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പം മുടിയൊക്കെ ഒന്ന് കെട്ടാം. വലുതായിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ക്ലിപ്പ് ഇടുക, അതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് വ്ളോഗൊക്കെ എടുക്കുന്നില്ല, ഞാൻ ഒരു കമ്മലൊക്കെ ഇടാൻ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ അങ്ങനെ കമ്മലൊന്നും ഇടത്തില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ കമ്മലൊക്കെ ഇടത്തുള്ളൂ കേട്ടോ. വീട്ടിൽ ഇതിങ്ങനെയാണ്. ഒരു മുടി പോലും കെട്ടാറില്ല. ഇന്ന് വ്ളോഗ് എടുക്കുന്നത് നമുക്ക് മുടിയും കെട്ടാം, ഒരു കമ്മൽ കൂടി ഇടാം. സത്യം പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ച് വീഡിയോ എടുക്കുന്നത്. എനിക്കല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ എൻ്റെ എല്ലാവരും ഇരിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ചമ്മലാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ എൻ്റെ വോയിസിൽ ഞാനൊരു വ്ളോഗൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിനി കുറേ നാൾ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ വീട്ടിൽ എന്ന് ഒറ്റയ്ക്കിരിക്കുന്നു അന്നേ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇടത്തുള്ളൂ. ഞാൻ ശരിയാകുമായിരിക്കും. എനിക്ക് മിണ്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും ഉള്ളപ്പം ഒരു മടിയാവും. അപ്പം നമുക്ക് തുണി വിരിച്ചിടാം. ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് വെള്ളുവേ. വെള്ളു കണ്ടോ, ഇവളാ വെള്ളു. അപ്പം ഞാൻ ഇവിടെ സൗണ്ടായിരിക്കും, അകത്ത് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 2 പ്രഗ്നൻറ്റ് ലേഡീസിനെ ഞാൻ കാണിക്കാം. ആണ് കേട്ടോ. ആദ്യത്തെ ആൾ സിംബ പ്രഗ്നൻ്റ് ആണ്, പക്ഷേ വലിയ വയറൊന്നുമില്ല. കുറച്ച് ദിവസം കാണും പ്രസവിക്കാൻ. പിന്നെ ഇതാണ് കാക്കച്ചി. ഇവൾക്കിത് ഒട്ടും വയർ കേട്ടോ, നല്ല വലിയ വയറൊക്കെയാണ്. ഇപ്പോൾ ഫുൾ ടൈം കിടപ്പാണ്. ഉടനെ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാവേ. ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് ബാക്കി കാണിക്കാം. ഞാൻ ഫുൾ ഡേ ഒന്നും കാണിക്കുന്നില്ല, ഒരു വൈകിട്ട് വരെ ഉള്ളത് കാണിക്കാവേ. കുളിക്കണമെങ്കിൽ ആദ്യം വെള്ളം വെക്കണം. ഞാൻ വെള്ളം വെക്കാതാണ് കുളിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളം വെക്കാം. വെള്ളം വെച്ചിട്ട് എനിക്കൊരു വീഡിയോ വോയിസ് ഓവർ കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ അത് കൊടുത്ത് വെച്ചിട്ട് കുളിച്ചിട്ട് വരാം. ഹലോ, അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടേ. ഞാൻ തല കഴുകിയില്ല, കാരണം ഞാൻ ഒരു ദിവസം വിട്ടേ തല കഴുകത്തുള്ളൂ. അപ്പോൾ ഇന്നലെ തല കുളിച്ചായിരുന്നു, പിന്നെ തല കഴുകിയില്ല. വന്നുകൊണ്ടേ നമ്മൾ ഇടുന്നത് മോയ്സ്ചറൈസറാണ്, പോൺസിൻ്റെ ആണ്. ഇതെല്ലാം മാറി മാറി ഇടും കേട്ടോ. ഏതെങ്കിലും മോയ്സ്ചറൈസർ എപ്പോഴും ഇടാറുള്ളൂ. വെളിയിലോട്ട് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇടും, ഇല്ലെങ്കിൽ ഇത് മാത്രം. സാധാരണ കുളി കഴിഞ്ഞ് ഞാൻ ഉടനെ ചന്ദനം വെക്കും. പക്ഷേ ഇപ്പം എനിക്ക് പീരീഡ്സ് കഴിഞ്ഞിരിക്കുകയാണ്, അപ്പം ആ സമയത്ത് ഞാൻ വെക്കത്തില്ലേ. അപ്പം വീട്ടിലിരിക്കുമ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി മുടി നേരത്തെ കിട്ടിയോണ്ട് കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, രാവിലെ അമ്മ ബെഡ്ഷീറ്റ് കലക്കിയായിരുന്നേ. അപ്പം ബെഡ്ഷീറ്റ് വിരിക്കാം. ഞങ്ങളുടെ കട്ടിൽ, ഞാനും അനിയത്തി ഒരു കട്ടിലാണ് കിടക്കുന്നത്. അപ്പം ആ കട്ടിലിൽ ബെഡ്ഷീറ്റ് ഇന്ന് രാവിലെ അലക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വിരിച്ചിടാം. അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാറുണ്ട്, ഉണങ്ങിയത്. അപ്പം അതൊക്കെ മടക്കി വെച്ചിട്ട് വരാം.
അപ്പം ടൈം ഒരു 11:30 ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വീട്ടിൽ ഇരുന്ന ഇങ്ങനത്തെ സമയങ്ങളിൽ വിശക്കും. അപ്പം കുഴപ്പമില്ല, ബിങ്കോയും ബിസ്ക്കറ്റും മുട്ടായൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കഴിക്കട്ടെ. അപ്പം നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം. നോക്കി നിൽപ്പുണ്ട് എന്നെ ശല്യം ചെയ്തുകൊണ്ട്. ഇവർക്ക് ഫുഡ്. വാട്ടർ ടാങ്ക് പൊളിക്കുന്നതിനിടെ അപകടം. സമീപത്തെ വില്ലേജ് ഓഫീസ്. അപ്പം ഇന്ന് എനിക്ക് കഴിക്കുന്നത് സോയാബീൻസും പരിപ്പ് കറിയുമാണ്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞേ. ഭയങ്കര മഴ ഗൈസ്, കാണണോ? ഭയങ്കര മഴ, തകർപ്പൻ മഴയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞുകൊണ്ട് എന്തിരിക്കണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് എനിക്കങ്ങനെയാണ്. എനിക്ക് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരമായിട്ട് കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബിസ്ക്കറ്റേ ഉള്ളൂ, ബാക്കിയിൽ എന്തൊന്നും നിർത്തും. അപ്പം ബിസ്ക്കറ്റ് കഴിക്കാം. ഓ, ഇത് മറ്റേ ഉപ്പൊക്കെ ഉള്ള ബിസ്ക്കറ്റാണ്. എന്തോ ഒരു പേരുണ്ടായിരുന്നു, എൻ്റെ കവറൊക്കെ കളഞ്ഞ്. ഒത്തിരി ഷുഗറൊന്നും ഇല്ലാത്ത ആ ടൈപ്പ് ബിസ്ക്കറ്റാണ്. കൊള്ളാം. പുറത്തൊന്നും മഴ കണ്ടതേ ഉള്ളൂ. ഉടനെ ഒരുത്തിന് നോക്ക് ഉള്ളൂ. നീ നോക്കിയേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി അടുത്ത 2 കൂടെ ഉണ്ട് ഇവിടെ. 2 കൂടെ ഇപ്പോൾ വരും. മഴയോ തണുപ്പോ ഒക്കെ ആയ ഉടനെ പിന്നെ മടിയിലാണ് അവരുടെ സ്ഥലം. അപ്പോൾ നല്ല മഴയാണ്. ഞാൻ ഇവിടത്തേയും കൂടെ കാണിക്കുന്നത്. ഞങ്ങളുടെ അമ്മയുടെയൊക്കെ റൂമിലെ ജനൽ വഴിയാണ്. ഞാൻ താഴെ റോഡൊക്കെ കാണിക്കും ഷോർട്സിലൊക്കെ. അപ്പം ഇവിടെ നല്ല രസമാണ്, മഞ്ഞും. അപ്പം നല്ല പൊരിപ്പ മഴയാണ്. ഈ മഴയത്ത് ഒന്ന് കിടന്നുറങ്ങിയാൽ നല്ല സുഖമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുവാണേ. അപ്പം ഇതുപോലത്തെ എൻ്റെ ഒരു ഡേ ഫുള്ള് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, ഞാൻ എഴുതാം കേട്ടോ. അപ്പം ഇന്ന് ചുമ്മാ ഒരു ഒറ്റയ്ക്ക് ഇരുന്നതിൻ്റെ ഒരു ആകാംക്ഷയിലും പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് ഞാൻ ഇങ്ങനെ വോയിസ് ചെയ്ത് എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ വേണമെങ്കിൽ കമൻറ്റ് ഇടണേ. പിന്നെ ചാനലിൽ നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതെങ്കിൽ എന്നെ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടവരുണ്ടെങ്കിൽ കണ്ടവർക്കെല്ലാം കുറേ താങ്ക് യു. അപ്പം ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.